ഫ്ലഫി സ്റ്റിച്ച്, ഇതിനെ ടർക്കി സ്റ്റിച്ച് എന്നും പറയാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. നമ്മളൊരു സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മളിവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കാറുണ്ടല്ലേ. പക്ഷേ ഈ ടർക്കി സ്റ്റിച്ചിന്, അതായത് ഫ്ലഫി സ്റ്റിച്ചിന് നമുക്ക് നോട്ട് വേണ്ട. നമ്മൾ അല്ലെങ്കിൽ നോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ അടിവശത്തിൽ നിന്ന് മുകളിലോട്ടെടുക്കും. ഇതങ്ങനെയല്ല, നമ്മൾ മുകളിൽ നിന്ന് താഴേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ ശകലം നീക്കിയിട്ട് വേണം നമുക്ക് തുടങ്ങാൻ. എന്നിട്ട് ഇത് മുഴുവൻ അങ്ങ് താഴ്ത്തി കൊടുക്കണ്ട, ഇത്രയും അങ്ങ് വിട്ടിരിക്കണം. എന്നിട്ട് ഇതുവഴിക്ക് പുറത്തേക്ക് വരണം. കിട്ടും. എന്നിട്ട് ഇതിനൊരു ലോക്ക് ഇട്ട് കൊടുക്കണം. കണ്ടല്ലോ, ലോക്ക് ഇട്ട് കൊടുക്കും. ഇനി നമ്മൾ ഈ സ്റ്റിച്ചിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് മുകളിലോട്ട് വരണം. ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുവഴിക്ക് സൈസിന് ഇത്രയും ഇങ്ങനെ വിട്ടിട്ട് ഇതിൻ്റെ ശകലം ഇതുവഴിക്കങ്ങ് താഴ്ത്തി കൊടുക്കണം. ഇതിങ്ങനെ നിൽക്കണം, ഇത്രയും അങ്ങനെ വിട്ടിരിക്കണം. ഇനി ഇവിടെയാണ് നേരത്തെ നമ്മൾ ലോക്ക് ഇട്ടതിൻ്റെ ആ എൻഡിങ് പോയിന്റിൽ നിന്നാണ് മുകളിലോട്ട് വന്ന് അടുത്ത ലോക്ക് ഇടേണ്ടത്. ഇനി ഈ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ നിന്ന് വരണം. ഫ്ലഫി സ്റ്റിച്ച് എന്ന് പറയുന്നത് വെഡ്ഡിങ് ഹൂപ്പൊക്കെ ചെയ്യുമ്പോൾ അതിൽ ബ്രൈഡിൻ്റെ ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഞാനിത് സ്റ്റോപ്പ് ചെയ്ത്, ഇതാണ് ഫ്ലഫി സ്റ്റിച്ച്. ഇനി ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിത് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. കട്ട് ചെയ്തിട്ട് ഒരു കോമ്പെടുത്ത് ഇതിനെ കോമ്പ് ചെയ്തിടണം. ഓക്കെ, ഇതാണ് ഫ്ലഫി സ്റ്റിച്ച്. നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് കാണാം. കണ്ടല്ലോ, ഇത് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട് സൈഡ് എങ്ങനെ കിട്ടുന്നോ അതുപോലെയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു.